തൃശ്ശൂരിൽ മൂന്നാം അംഗത്തിൽ താമര വിരിയിക്കുകയാണ് കേരളത്തിൽ. എന്തായാലും പ്രവർത്തകരെല്ലാം വളരെ ആഘോഷം തിമിർപ്പിലാണ്, ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എങ്ങനെയുണ്ട് ചേട്ടാ, സന്തോഷം? സന്തോഷമാണ്. സുരേഷ് ഗോപി സാർ ജയിച്ചത് വളരെ സന്തോഷമാണ്. സുരേഷ് ഗോപി ജയിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി നല്ല ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സുരേഷ് ഗോപി ജയിച്ചതിൽ ഭാരത മാതാക്ക് ജയ്. എന്തായാലും പ്രവർത്തകർ എല്ലാവരും തന്നെ വളരെയേറെ ആഘോഷത്തിലാണ്. ഇനിയും ഒരു പിന്നോട്ട് പോക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ്. സുരേഷ് ഗോപി ജയിച്ചതിന്റെ സന്തോഷം എങ്ങനെയാണ്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ നമ്മളങ്ങനെ എടുത്തുട്ടാ, സുരേഷ് ഗോപിയുടെ ഭാഷ നമ്മളങ്ങനെ എടുക്കുവാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. സുരേഷ് ഗോപിക്ക് വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ വോട്ടേഴ്സിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. അതിനോടൊപ്പം നിന്ന് എല്ലാ പ്രവർത്തകരും, ജില്ലാ കമ്മിറ്റി, മണ്ഡലം എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ആഘോഷ പരിപാടികൾ? എന്തൊക്കെയാണ്? ആഘോഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരെയും എനർജി വന്നു. ഇനി ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കുന്ന ലാഭങ്ങളാണ്. എല്ലാ ദിവസങ്ങളും ഞങ്ങള് പുതുമയാർന്ന കാര്യങ്ങൾ തൃശ്ശൂർ അങ്ങോട്ട് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ വന്നു, ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നു. ഇപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? തൃശ്ശൂർ എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കുക എന്ന് മനസ്സിലായി. തൃശ്ശൂർക്കാരൊക്കെ കൊടുക്കുകയാണ്, സന്തോഷപൂർവ്വമാണ് കൊടുത്തിരിക്കുന്നത്. ഭൂരിപക്ഷം തന്നെ വളരുന്ന 50,000-നും അടുത്ത വോട്ടായി ഞങ്ങൾക്ക്. അപ്പൊ ആ ജനങ്ങളുടെ ഞങ്ങളുടെ പിന്തുണ, ഞങ്ങളോടുള്ള വിശ്വാസം, അവരുടെ അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും വലിയൊരു ഭൂരിപക്ഷം, പുതിയൊരു എനർജി പാർട്ടിക്ക്, തൃശ്ശൂരിലെ പാർട്ടിക്ക് പ്രവർത്തകർക്ക് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും. കേരളത്തിൽ ആദ്യം NDA സീറ്റ് വരുമ്പോൾ 50,000-നും വോട്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ ഈ NDA എങ്ങനെ ജനങ്ങൾ സ്വീകാര്യതയിൽ എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് തെളിവാണ്. ഇത് പറഞ്ഞു തരണ്ട. വോട്ടിന് തന്നെ ജനങ്ങളത് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി കേരളം എങ്ങനെയാണ് NDA സീറ്റ് ഉറപ്പിച്ചത് എന്നുള്ളത് ജനങ്ങൾ തന്നെ നിങ്ങൾക്ക് തെളിവെടുത്തു കഴിഞ്ഞു. ഇതൊരു കേന്ദ്രമന്ത്രി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണ് വിശ്വാസം? ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രി ആദ്യമേ ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ തൃശ്ശൂർ ഞങ്ങളുടെ കേന്ദ്രമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പാണെന്ന്. അത് യാഥാർത്ഥ്യമാകുകയാണ്. എന്തായാലും പ്രവർത്തകർ എല്ലാവരും വളരെയേറെ ആവേശത്തിലാണ്, അതിലേറെ ആഘോഷത്തിലാണ്. ഇവർ പറയുന്നത് ഇവിടെ ഞങ്ങൾ ആഘോഷം തുടങ്ങിയാണ്, തൃശ്ശൂർ ഞങ്ങൾ എടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. തൃശ്ശൂരിലെ BJP പ്രവർത്തകരെല്ലാം വളരെയേറെ ആഘോഷത്തിലാണ്. കേരളത്തിൽ ആദ്യമായി NDAക്ക് അല്ലെങ്കിൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. താമര വിരിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപിയിലൂടെ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന കേരളം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് എന്നാണ് BJP പറയുന്നത്. ഇപ്പോൾ തന്നെ പ്രവർത്തകരെല്ലാം ഒരുപാട് ആഘോഷത്തിലാണ്, ആഘോഷ തിമിർപ്പിലാണ്. വരാൻ പോകുന്ന മണിക്കൂറുകളെല്ലാം തന്നെ BJP പ്രവർത്തകരുടെ ആഘോഷത്തിനാണ് സാക്ഷ്യം വഹിക്കുക. ക്യാമറാമാൻ അശ്വിനൊപ്പം റോജി, ഷെക്കേന ന്യൂസ്, തൃശ്ശൂർ.